തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപത്താണ്. അതായത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി കുലശേഖരത്താണ് ഇതാ ഈ കാണുന്ന 4.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടികയിൽ നിർമ്മിച്ച ഈ ഒരു വീടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലെ റോഡ് ഫ്രണ്ടേജ് നോക്കി, നല്ല വീതിയുള്ള റോഡാണ്. 5 ബെഡ്റൂം അടങ്ങുന്ന വീടാണ് കേട്ടോ. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇഷ്ടികയിൽ നിർമ്മിച്ച വീട് ഈ ഒരു റേറ്റിന് ഈ ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് പുതിയൊരു വീട് സ്വന്തമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം. നമ്മുടെ കുലശേഖരം ജംഗ്ഷനിൽ നിന്ന്, അതായത് വട്ടിയൂർക്കാവ് എന്ന് വരുമ്പോൾ കുലശേഖരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രം മാറിയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ കുലശേഖരം ജംഗ്ഷനിൽ നിന്ന് ആദ്യം തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡിലേ വരാം. അതല്ല, പേയാട് റൂട്ടിലേക്ക് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ആദ്യത്തെ ലെഫ്റ്റിലേക്കുള്ള കട്ട് അതുവഴിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ്. ഈ രീതിയിൽ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് പ്രോപ്പർട്ടിക്കുള്ളത്. നമ്മുടെ ഇതൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക കരഭൂമിയിലാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് വയൽ നികത്തിയ ഭൂമിയൊന്നും അല്ല, പക്ക ഡ്രൈ ലാൻഡിലാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത്. മുൻവശം നോക്കുവാണെങ്കിൽ വലിയൊരു മുറ്റമുണ്ട്. 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ ഈ മുൻവശത്തുള്ള വാതിൽ, അതുപോലെ തന്നെ ബാൽക്കണിയിലുള്ള വാതിൽ, പുറത്തേക്കുള്ള വാതിലുകളെല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. മുൻവശത്ത് ഇതുപോലെ 2 വാളുകളിലായിട്ടാണ് വാതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് കാണാൻ സാധിക്കും. സീലിങ്ങിലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫാൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് അതിനകത്തേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ TV യൂണിറ്റ് പ്ലേസ് ചെയ്യാം. അതിന് താഴേക്കും നമുക്ക് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. വളരെ വലിയൊരു ഡൈനിങ് സ്പേസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗ്ലാസ് ഡോർ കൊടുത്തതിന് ശേഷം വീണ്ടും GAയിൽ വീണ്ടും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ഒരു പാറ്റിയോയിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ഫാൻസി ലൈറ്റ്സ് എല്ലാം കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ്. പക്ഷേ ആ ഒരു ഭംഗി നമുക്ക് നല്ലപോലെ തരുന്നുണ്ട്. കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് ഈസിലി ഫുഡെല്ലാം എടുത്ത് സെർവ് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ്. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ്. അതുപോലെ തന്നെ ഇപ്പം വയറിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസ് ആണ്, ഫെനലക്സിൻ്റെ വയറിംഗ് ആണ്. അതുപോലെ ഏറ്റവും പ്രീമിയം രീതിയിൽ തന്നെയാണ് നമുക്ക് മെറ്റീരിയൽസ് എല്ലാം തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ പൈപ്പ് ഫിറ്റിങ്സ് ആയാലും അത് തന്നെയാണ് കേട്ടോ. സെറയും ജാഗ്വാറും തുടങ്ങിയ മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയയാണ്. ഈ വർക്ക് ഏരിയയിൽ നിന്ന് നമുക്കിതാ ഇങ്ങനെ തുറന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് പോവാം. നമ്മുടെ ഈ വർക്ക് ഏരിയയുടെ മേൽഭാഗത്ത് ഇതുപോലെ ഓടാണ് പാകിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് ഇറങ്ങാവുന്നുള്ളൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതാ ഇവിടെ ആയിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. അതിപ്പോൾ ലോക്ക്ഡൗൺ. അപ്പം നമ്മുടെ സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 6 ബാത്റൂംസ് ആണ്, ടോയ്ലറ്റ്സ് ആണ് നമ്മുടെ ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിൽ ടോട്ടലായിട്ട് 5 ബെഡ്റൂംസ് ഉണ്ട്. അതിൽ തന്നെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂംസ് ഉണ്ട്. അതൊരു മേജർ ഹൈലൈറ്റ് ആണ്. പ്രായകാരങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു റൂം മാറ്റി വയ്ക്കാൻ സാധിക്കും. ഈ രീതിയിലാണ് റൂം വരുന്നത്. കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കാണാം. കബോർഡിന് നമുക്ക് ഇതുപോലുള്ള സ്ലൈഡിങ് ഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിലൊക്കെ ചേർത്തിട്ടാലും നമുക്കത് തുറക്കേണ്ട അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ബാത്റൂമിനകത്ത് കയറാണെങ്കിൽ എല്ലാം തന്നെ പ്രീമിയം രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ്. എല്ലാ റൂമുകളിലും വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സെറയുടെ ക്ലോസറ്റ്, സെറയുടെ വാഷ് ബേസിൻ, ഈ നമ്മുടെ ഷവറിൻ്റെ യൂണിറ്റ് എല്ലാം വരുന്നത് ജാഗ്വാറിൻ്റെ ആണ്. ഫ്ലഷ് യൂണിറ്റ് വരുന്നത് ഗ്രോഹയാണ്. ആ രീതിയിൽ എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ് നമുക്ക് എല്ലാ ബാത്റൂംസിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് അടക്കം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വാഷ് ഏരിയയിൽ വെച്ചിരിക്കുന്ന ഒരു വാഷ് ബേസിനാണ്. അതായത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിനാണ്. ഇതും വന്നിട്ട് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് കേട്ടോ. അത് ജാഗ്വാറിൻ്റെ വാഷ് ബേസിൻ, ജാഗ്വാറിൻ്റെ ടാപ്പ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ രീതിയിൽ മിററിന് ചുറ്റും ഒരു ചെറിയൊരു സ്റ്റോറേജോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഷോക്കേസ് ചെയ്യാനോ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആ രീതിയിലാണ് ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പോകെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് എൻട്രൻസ് വരുന്ന രീതിയിൽ നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാണിച്ച ബെഡ്റൂമിനെക്കാട്ടും ആദ്യം കാണിച്ചതിനെക്കാട്ടും കുറച്ചുകൂടെ വലിയൊരു കബോർഡാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. കാരണം ഇത്രയും വീതിയുള്ള ഡോറുള്ള വലിയൊരു കബോർഡ്. സാധാരണ ഗതിയിൽ ഒരു 3 പാളിയുടെ കബോർഡിൻ്റെ വലിപ്പത്തിനാണ് ഈ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ്. നമ്മളിപ്പം തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ സെറ, ജാഗ്വാർ, ഗ്രോഹെ തുടങ്ങിയ പ്രീമിയം ബ്രാൻഡ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
നമ്മുടെ ഈ റൂമിലായാലും ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളും അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റേഴ്സ് കയറി വരുമ്പോൾ ഇങ്ങനെ റെയിലിംഗ് കൊടുത്തിട്ടുള്ളതെല്ലാം വുഡിലാണ്. ഇവിടെ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ജനൽ വഴി നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഈ ലാൻഡിങ് വന്നിട്ട് വലിയൊരു ലാൻഡിങ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 3 ബെഡ്റൂംസാണ് വരുന്നത്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ എല്ലാ റൂമുകളും കബോർഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലറാണ്. നമ്മൾ താഴത്ത് കണ്ട അതേ രീതിയിൽ തന്നെ അതേ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിലും ചില വീടുകളിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലോ അല്ലെങ്കിൽ താഴത്തെ നിലയിലുള്ള 1-2 ബെഡ്റൂമുകളിൽ എല്ലാം ഒരു പ്രീമിയം ബ്രാൻഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത റൂംസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ ബ്രാൻഡ്സൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. ഇതെല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കബോർഡ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അടുത്തൊരു റൂമാണ്. ഈ റൂമിൽ നിന്ന് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രിയും വരുന്നുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മുടെ ടെറസിലേക്ക് പോകാം. പിന്നെ നമ്മുടെ മേളിൽ ടാങ്കിൽ നിന്ന് വെള്ളം താഴേക്ക് വരുന്നതിന് ബൂസ്റ്റർ പമ്പെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല പ്രഷർ കിട്ടും. അതെല്ലാം ഓൾറെഡി അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. അതിനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 5ാമത്തെ ബെഡ്റൂമാണ്. അതിനകത്തും ഇതുപോലൊരു കബോർഡ് സൗകര്യം കാണാം. ഒരു മിറർ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ലിവിങ് സ്പേസ് ആണ്. ഈ ഭാഗത്തും ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ പ്ലഗ് പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ സ്റ്റാൻഡുകളിൽ എന്തെങ്കിലും അലങ്കാര വസ്തുക്കളൊക്കെ വെച്ച് നീറ്റ് ആക്കാവുന്നതാണ്. ഇത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രിയാണ്. ഈ ഡോർസ് എല്ലാം വരുമ്പോൾ തേക്കുന്നടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു L ഷേപ്പിലാണ് നമ്മുടെ ബാൽക്കണി പോകുന്നത്. ഇത്രയും സ്പേഷ്യസ് ആണ് നമ്മുടെ ബാൽക്കണി. ഇനി നിങ്ങൾക്ക് ഈ വീടിന് സ്ഥലം പോരാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ, അതായത് ടോട്ടലായിട്ട് 4.5 സെൻറ്റ് ഏകദേശം 2200 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു 3 സെൻറ്റും സെയിം ഓണറിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീട് വാങ്ങുന്ന സമയത്ത് ഇതും കൂടെ ചേർത്ത് വാങ്ങാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നല്ല സ്ഥലം കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് വേറെ എക്സ്ട്രാ പാർക്കിംഗ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല ഒരു ഗാർഡൻ വർക്കോ വീട്ടിന് അടുത്തായിട്ട് ഒരു അടുക്കളത്തോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ആ സ്പേസ് അങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ടോട്ടലായിട്ട് ഏകദേശം 7.5 സെൻറ്റിൽ നമ്മുടെ ഈ വീട് ആക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓണറിൻ്റെ അടുത്ത് തന്നെ സംസാരിക്കുക. നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില, അതായത് 4.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് ഉദ്ദേശിക്കുന്ന വില 87 ലക്ഷം രൂപയാണ്. ഇത് സെയിലാക്കാനുള്ളൊരു വിലയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ വിലയിൽ ഇനി ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷനേ ഉള്ളൂ. നമുക്ക് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് പേയാട് കയറാനാണെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. പിന്നെ ഒത്തിരിയധികം സ്കൂൾസ്, അതിൽ മേജറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാരതീയ വിദ്യാഭവൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ അത്യാവശ്യം നല്ല വലിയൊരു സ്കൂളാണ്. നമുക്കിവിടെ നിന്ന് 1.5 കിലോമീറ്ററിൽ ഭാരതീയ വിദ്യാഭവനിലേക്ക് പോകാം. പിന്നെ നമ്മുടെ ISROൻ്റെ കൺട്രോൾ സിസ്റ്റംസ് ആയത് CPT തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ആ രീതിയിൽ നല്ല രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഈ കുലശേഖരം ബേസ്ഡ് ആയിട്ട് ഒത്തിരിയധികം വില്ലാ പ്രോജക്ട്സ് ഉണ്ട് കേട്ടോ. ഈ ചുറ്റോടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വില്ലാ പ്രോജക്ട്സ് ആണ്. അതിലേതൊക്കെ വില്ലാ പ്രോജക്ട്സിനകത്ത് നമ്മൾ തന്നെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പം പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് ഡീൽ ചെയ്യുക. പിന്നെ വട്ടിയൂർക്കാവിൻ്റെ വികസനത്തെ പറ്റി എല്ലാ വീഡിയോയിലും പറഞ്ഞ് നിങ്ങൾ കേട്ടും ബോറടിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ആ രീതിയിലുള്ള വികസനമാണ് വട്ടിയൂർക്കാവ് നടക്കുന്നത്. റോഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും നല്ല വീതിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈഡനിങ് പൂർത്തിയാവുന്നതിനനുസരിച്ച് നമുക്ക് ഈ സ്ഥലങ്ങളിലെ നല്ല രീതിയിലൊരു അപ്രീസിയേഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് ഉദ്ദേശിക്കുന്ന വില 87 ലക്ഷം രൂപയാണ്.